സംസ്ഥാനത്ത് വയനാട് പുനരധിവാസം എന്ന ഒരു വലിയ അജണ്ടയ്ക്ക് ബൃഹത് പദ്ധതി സർക്കാർ തയ്യാറാക്കിയെന്നതാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത്. 38 സ്പോൺസർമാരുടെ യോഗം ചേർന്നു. ഒപ്പം മന്ത്രിസഭ ചേർന്ന് പ്രധാനപ്പെട്ട ഉത്തരവുകൾ, തീരുമാനങ്ങളെല്ലാം കൈക്കൊണ്ടു. അങ്ങനെ വളരെ വേഗത്തിൽ നിർമ്മാണ ചുമതല ഊരാളുങ്കലിന് നൽകുന്നു. മേൽനോട്ടം കിഫ്കോണിനാണ്. കിഫ്ബിയുടെ സഹായമുണ്ട്. അങ്ങനെ 2 എസ്റ്റേറ്റുകളായി പൂർണ്ണമായും ടൗൺഷിപ്പ് പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളും സർക്കാർ മുന്നോട്ട് പോവുകയാണ്. കൃത്യമായ രൂപരേഖ തയ്യാറാക്കി കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ ചിത്രീകരണം അടക്കം പുറത്തുവിട്ടുകൊണ്ടാണ്, അതിൻ്റെ രൂപരേഖ സംബന്ധിച്ച കൃത്യമായ ഗ്രാഫിക്കൽ പ്രസന്റേഷൻ അടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് ഇന്ന് സർക്കാരിൻ്റെ തീരുമാനമുണ്ടായിരിക്കുന്നത്. എന്തായിരിക്കും ആ ടൗൺഷിപ്പ്, ആ ടൗൺഷിപ്പിൻ്റെ ഉള്ളടക്കം എന്തായിരിക്കും? 2 എസ്റ്റേറ്റുകളിലായിട്ടാണ് ഈ മോഡൽ ടൗൺഷിപ്പ് പൂർത്തീകരിക്കുക എന്നതാണ്. നെടുമ്പാല ഒപ്പം എൽസ്റ്റൺ, ഈ 2 എസ്റ്റേറ്റുകളിലുമായിട്ടാണ്. ഇത് സംബന്ധിച്ച് ഈ എസ്റ്റേറ്റ് ഉടമകളുടെ തടസ്സ ഹർജി കോടതി തള്ളിയിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിന് വളരെ അനുകൂലമായ സാഹചര്യം, വളരെ വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. നേരത്തെ വയനാട് പുനരധിവാസം സംബന്ധിച്ച് സർക്കാർ നൽകിയ ചില ഉറപ്പുകളുണ്ട്. അത് പാലിക്കപ്പെടുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത്. തുടക്കത്തിലുണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങൾ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകും. റവന്യൂ മന്ത്രി വയനാട് സന്ദർശിക്കുകയാണ്. ഈ എസ്റ്റേറ്റ് മേഖലകളിൽ സർക്കാർ ടൗൺഷിപ്പ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഇടങ്ങളിലേക്ക് പോവുകയാണ്. ഈ പുതിയ ടൗൺഷിപ്പിൽ വീടുകൾ ലഭിക്കുന്നവരുടെ ഉടമസ്ഥാവകാശം അവർക്ക് തന്നെ നൽകും. പക്ഷേ സ്വാഭാവികമായും അത് പിന്നീട് വിൽക്കാനോ മറ്റോ ശ്രമിക്കാൻ ചില തടസ്സങ്ങൾ, ചില നിബന്ധനകൾ സർക്കാർ മുന്നോട്ട് വയ്ക്കും. എന്നതിനപ്പുറം ഉടമസ്ഥാവകാശം പൂർണ്ണമായും ആ പ്രദേശം, ആ സ്ഥലത്ത് അത് വീട് അനുവദിക്കപ്പെടുന്ന ആളുകൾക്ക് തന്നെയായിരിക്കുമെന്നതാണ് നൽകുന്ന ഉറപ്പ്. ആ തരത്തിലാണ് ഈ ടൗൺഷിപ്പിൻ്റെ കാര്യത്തിൽ സർക്കാർ നൽകുന്ന ഉറപ്പ്. കൃത്യമായ രൂപരേഖകളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. 2 എസ്റ്റേറ്റുകളിലായി മോഡൽ ടൗൺഷിപ്പാണ് പൂർത്തിയാവുന്നത്. വി അരുൺ ചേരുന്നു. അരുൺ, സർക്കാർ ബൃഹത് പദ്ധതിയാണ്, വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നു, ഉത്തരവുകൾ എടുക്കുന്നു, ഒപ്പം ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ രൂപരേഖ പോലും തയ്യാറാക്കുന്നു. ഇനി എന്താണ് തൊട്ടടുത്ത നീക്കം? അതാണ് സർക്കാർ പ്രഖ്യാപിക്കുന്നത്. എന്താണ്? ഭൂമി ഏറ്റെടുക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് ഭൂമി ഏറ്റെടുക്കൽ നടക്കുക. അതുകൂടി കണ്ടാണ് നാളെ റവന്യൂ മന്ത്രി കെ രാജൻ വയനാട്ടിലേക്ക് പോകുന്നത്. കൃത്യമായ സംവിധാനങ്ങൾ ഇതിനായി സർക്കാർ ത്രിതല സംവിധാനം, മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ത്രിതല സംവിധാനമാണ് ഇതിനായി ഏർപ്പെടുത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഉള്ളത്. റവന്യൂ മന്ത്രി കെ രാജൻ നാളെ വയനാട്ടിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം അവിടെ നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭൂമി ഏറ്റെടുക്കലാണോ പ്രധാനപ്പെട്ട കാര്യം? ഭൂമി ഏറ്റെടുക്കലാണോ പ്രധാനപ്പെട്ട? ഭൂമി ഏറ്റെടുക്കൽ ലിസ്റ്റ് ഒക്കെ ഉണ്ട്, ഒന്ന് പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യലാണ്. റവന്യൂ മന്ത്രി കെ രാജന്റെ പ്രതികരണമാണ് കണ്ടത്. അദ്ദേഹം നാളെ വയനാട്ടിലേക്ക് പോകും. ഭൂമി ഏറ്റെടുക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ പട്ടികയൊക്കെ നേരത്തെ ആയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികളാകും പ്രധാനമായും അദ്ദേഹം അവിടെ സ്വീകരിക്കുക. മറ്റ് കൃത്യമായ സംവിധാനം ഇതിന് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ഒരു പ്രധാനപ്പെട്ട സമിതി, അതായത് എങ്ങനെയാണ് ഈ പദ്ധതി നടപ്പാക്കേണ്ടത് എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു സമിതി, പുനരധിവാസ പ്രവർത്തനം ഏകോപിപ്പിക്കാനൊരു സമിതി ഉണ്ടാകും. വയനാട് പുനർനിർമ്മാണ സമിതി, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ മറ്റ് സമിതികളിൽ അംഗങ്ങളായിരിക്കും. അത്തരത്തിൽ മുഖ്യമന്ത്രിയും സർക്കാരും പ്രതിപക്ഷവും ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്. കിഫ്ബിയുടെ കിഫ്കോണാണ് പ്രധാന ചുമതല. ഊരാളുകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. ടൗൺഷിപ്പിൽ ഏറ്റവും അധികം പ്രാധാന്യം നൽകുക 2 കൂട്ടർക്കാണ്. അത് ഒന്ന്, പൂർണ്ണമായും താമസ സൗകര്യം നഷ്ടപ്പെട്ട ആളുകളുണ്ട്. മറ്റൊന്ന്, ആ ഭൂമിയിൽ താമസിക്കാൻ കഴിയില്ല. ഇപ്പോൾ വീടുണ്ടെങ്കിൽ പോലും ദുരന്ത ബാധിത മേഖലയാണ്. ഏത് നിമിഷവും ദുരന്തം വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖല. അങ്ങനെയുള്ള ആളുകൾക്ക് അവിടെ നിന്ന് മാറിപ്പോകാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരം മേഖലയിൽ താമസിക്കുന്ന 2 കൂട്ടർക്ക്, ഈ 2 കൂട്ടർക്കാണ് ഈ ടൗൺഷിപ്പ് ഏറ്റവും പ്രഥമ പരിഗണന നൽകുക. 2 ഘട്ടമായി ഇത് നടപ്പാക്കുമെന്ന് പറയുമ്പോഴും പുനരധിവാസ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് പൂർത്തിയാക്കാനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. 2 ടൗൺഷിപ്പുകളിലായി ഈ പ്രവൃത്തികൾ പൂർത്തിയാക്കും. അതൊക്കെ ഒന്ന് കൽപ്പറ്റയിലും മറ്റൊന്ന് നെടുമ്പാലയിൽ. അവിടെ 2 ഇടത്തും. ഒന്ന് നഗരമേഖലയാണ് കൽപ്പറ്റ, അവിടെ 5 സെന്റ് ഭൂമിയാണ് ഓരോ യൂണിറ്റിനും നൽകുക. മറ്റേത് നെടുമ്പാലയാകുമ്പോൾ കാർഷിക ഗ്രാമീണ മേഖലയാണ്. 10 സെന്റ് വീതം ഭൂമി അവിടെ നൽകും. 1000 സ്ക്വയർ ഫീറ്റുകളുടെ വീടുകളാണ് എല്ലായിടത്തും വരിക. ഈ 1000 സ്ക്വയർ ഫീറ്റുകൾക്ക് ആണെങ്കിൽ പോലും 2 നില വീടുകൾ വയ്ക്കാനുള്ള ഫൗണ്ടേഷൻ, അടിസ്ഥാനം അവിടെ ഉണ്ടാകും. ഭാവിയിൽ വേണമെങ്കിൽ അവർക്ക് വീടുകൾ അവിടെ കൂടുതൽ
നിലകൾ കെട്ടിപ്പൊക്കാൻ ഒരു നില കൂടി കെട്ടിപ്പൊക്കാനുള്ള സംവിധാനം ഉണ്ടാകും. സമാനമായ രീതിയിലുള്ള യൂണിറ്റുകളാണ് എല്ലായിടവും വരുന്നത്. ഇതിന്റെ പൂർണ്ണ ഉടമസ്ഥാവകാശം ഈ ദുരിതബാധിതർക്ക് ഗുണഭോക്താക്കൾക്ക് തന്നെ സർക്കാർ നൽകും. പക്ഷേ അതിന്റെ ക്രയവിക്രയത്തിന് ഒരു കാലപരിധി വച്ചേക്കാം. അത് തീരുമാനമായിട്ടില്ല. ഉടൻ അതായത് ഈ യൂണിറ്റുകൾ വീട് ലഭിച്ച ഉടൻ അവർക്ക് മറിച്ച് വിൽക്കാൻ കഴിയില്ല. ഒരു നിശ്ചിത കാലയളവ് അതിന്റെ ബാക്കി നടപടികൾ ആകുന്നേ ഉള്ളൂ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ടൗൺഷിപ്പ് പദ്ധതിയുടെ ഭരണ വകുപ്പായ ദുരന്ത നിവാരണ വകുപ്പിനെയാണ് സർക്കാർ ചുമതലപ്പെടുത്തുന്നത്. ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്നുള്ള ആളുകൾക്ക് ടൗൺഷിപ്പ് പുറത്തേക്ക് വേണമെങ്കിൽ പോകാം. അവർക്ക് 15 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് നൽകാനാണ് സർക്കാർ തീരുമാനം. വിലങ്ങാട് ദുരിതബാധിതർക്ക് സമാനമാണ്. അവിടെ ടൗൺഷിപ്പ് അല്ല, പകരം ഇവിടുത്തെ അതേ മാതൃകയിൽ 15 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത്. സ്പോൺസർഷിപ്പ് പ്രധാനപ്പെട്ട, അതായത് 38ഓളം പേരുടെ 100 വീടുകൾക്ക് മുകളിൽ വെച്ച് നൽകാൻ, 100 വീടുകളെങ്കിലും ചുരുങ്ങിയ വ്യക്തി നൽകാൻ തയ്യാറായ സ്പോൺസർമാരുടെ യോഗം ഇന്ന് മുഖ്യമന്ത്രി ചേർന്നിരുന്നു. പ്രതിപക്ഷ നേതാവും കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ള നേതാക്കൾ അതിൽ പങ്കെടുത്തു. ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ മറ്റ് സംഘടനകളും കർണാടക സർക്കാരിൻ്റെ പ്രതിനിധിയും രാഹുൽ ഗാന്ധി എംപിയുടെ പ്രതിനിധിയും ഒക്കെ ആ യോഗത്തിൽ പങ്കെടുത്തു. അവരുടെ സ്പോൺസർഷിപ്പ് തുക പ്രത്യേക ഒരു അക്കൗണ്ട്, അതിനായി ഒരു ഡെഡിക്കേറ്റഡ് അക്കൗണ്ട് സർക്കാർ ആരംഭിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പുനരധിവാസ പ്രവർത്തനം നേതൃത്വം വഹിക്കുന്ന ഒരു സ്പെഷ്യൽ ഓഫീസറെ സർക്കാർ ചുമതലപ്പെടുത്തും. കേന്ദ്ര സഹായം ഇനിയും വേണം. കേന്ദ്രം അതിതീവ്ര ദുരിതങ്ങളുടെ കൂട്ടത്തിൽ വയനാട് ദുരന്തത്തെ പെടുത്തി എങ്കിൽ പോലും കൂടുതൽ സഹായം, അതിൻ്റെ സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ വായ്പ എഴുത്തല്ലോ ഒന്നും അതിൻ്റെ ഭാഗമായി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സഹായം കേന്ദ്രത്തിൽ നിന്ന് സർക്കാർ ആവശ്യപ്പെടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ കേന്ദ്രം തയ്യാറാകണം. അതിന് പ്രധാനമായും ചെയ്യേണ്ടത് പ്രധാനമന്ത്രി അധ്യക്ഷതയിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേരണം. അത് സർക്കാർ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് വീണ്ടും കേന്ദ്രത്തോട്. ഈ എത്ര വീടുകളാണ് വേണ്ടത് കൃത്യമായ കണക്ക് ഇനിയും ശേഖരിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ലഭ്യമായ ഈ ഭൂമിയിൽ മുഴുവൻ വീടുകളും നിർമ്മിക്കാൻ കഴിയില്ല. അങ്ങനെ കുറച്ചുകൂടി ഭൂമി വേണ്ടി വരും. അതിൻ്റെ മറ്റു നടപടികളിലേക്ക് സർക്കാർ ഉടൻ കടക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. എന്നാണ് സമയബന്ധ പൂർത്തിയാകുമെന്ന് പറയുമ്പോൾ എന്നത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ഇപ്പോഴും സർക്കാരിന് വ്യക്തതയില്ല. 2-3 ആഴ്ചയ്ക്കുള്ളിൽ അതിലൊരു വ്യക്തത വരുത്തുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നത്. വളരെ വലിയ പ്രതീക്ഷയോടുകൂടി സർക്കാർ ഒരു ടൗൺഷിപ്പ് നിർമ്മാണത്തിലേക്ക്, വയനാട് പുനരധിവാസത്തിലേക്ക് കടക്കുകയാണ്. വലിയ ഒരു ടാസ്ക്കാണ് സർക്കാരിന് മുന്നിലുള്ളത് എന്ന് വ്യക്തമാണ്. പക്ഷേ അത് കൃത്യമായ ഏകോപനത്തോടെ പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിയമപ്രകാരമാണ് ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് സർക്കാർ കടക്കാൻ പോകുന്നത്. ഇവിടെ